അതോടെ ഇതവനല്ലേ ആ പള്ളി കയറിയ? അതവൻ തന്നെടാ. ഹലോ, ഞാൻ എന്താ അങ്ങോട്ട് വരിക. കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ബിരിയാണി വേണോ? അമ്മോട് പറ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചുകൊണ്ട് വരുമോ. നീ ഇനി അവിടെ നോക്കി ഇരിക്കണ്ട, നമുക്ക് തകർക്കണ്ടേ? നമ്മളെ ചാമ്പാനുള്ള പരിപാടി ഒന്നൊന്നു കട തകർക്കൊന്ന്. പിന്നെ സൂക്ഷിച്ചോ. എന്താ പ്രശ്നം? എന്ത് എന്താ തകർക്കുന്നു പറഞ്ഞു? എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലട്ടാ. എന്ത് പ്രശ്നം? നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇദ്ദേഹം വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ മെക്കിട്ട് കയറിയാൽ ഒറ്റെണ്ണത്തിന് വെറുതെ വിടൂല. ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ വിടില്ലടാ. നിനക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ, നിന്നെ കാണിച്ചാലോ ഞാൻ. വിടില്ലടാ. എന്നെ തല്ലാൻ കയറിയിട്ട് പിന്നെ വെല്ലുവിളിക്കണ പാടാ കാണിച്ചാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? 10 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 2 ബിരിയാണി. ബാബുച്ചേട്ടാ, ബാബുച്ചേട്ടാ, എന്താടി ഇത്? ആരെങ്കിലും കാണും, കരയില്ലേ? നിങ്ങൾ ആരുമില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഏയ്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമ്മേനെ തിരക്കായിരുന്നു, കരയുന്നുണ്ടാവൂല്ലേ? ഇത് കുഞ്ഞുമോൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക്. പത്തിരി ഇറച്ചിക്കറിയാ, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ബാബുച്ചേട്ടാ, നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ? അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതാണ്? ബിരിയാണി ചട്ടുകത്തിന് കൈയും കാലും വെച്ച പോലെ. അയ്യേ, എന്താടി? ഞാനാ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി. അവ സുന്ദരനല്ലേ, നല്ല വെളുത്തിട്ട് നീണ്ട് വണ്ടി. ബാബുച്ചേട്ടാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആ ടി വി ഒന്ന് നിർത്തോ. ഇവിടെ ആർക്ക് എന്ത് പറ്റിയാലെന്താ? കുടുംബവിളക്കം സീതാ കല്യാണം ഒക്കെ കണ്ടോണ്ടിരുന്നാ മതിയല്ലോ. അത് കാണുമ്പോ വരുന്ന സങ്കടം ഇവിടെ ആരെങ്കിലും ചത്താലും ഇല്ലല്ലോ. അവര് കല്യാണത്തിന് വിളിക്കാത്തത് നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? നീ എന്റെ മോനോട് പോയിട്ട് ചോദിക്ക്. പെണ്ണെന്തിയേ, അവളെവിടെ പോയി? എനിക്കറിയത്തില്ല, പോയി തിരക്ക്. നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കട്ട. അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട. കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ട. ഹലോ ഹലോ ബാബേ, എവിടെ? ഒരു വിവരമില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇപ്പം എവിടെയാ? ലീവ് കഴിഞ്ഞെത്തിയോ? അറിഞ്ഞു. ലീവൊക്കെ കഴിഞ്ഞു. ബാബ വീട്ടിലേക്കൊന്ന് വരാമോ? ഓട്ടോ ആണോ? എപ്പോഴാ വരണ്ടേ? അല്ല, ഓട്ടോ ഒന്നല്ല, ഇപ്പൊ തന്നെ വന്നോളൂ. വരണേ.
ഞാൻ വെയിറ്റ് ചെയ്യും. ആ ഹലോ മിസ്റ്റർ വാവ, വെൽക്കം വെൽക്കം. വാവേ, ഇതാ ജോർജ് ഉടിച്ചായ. മിനിയാന്ന് വന്നു. പ്ലീസ് കം. ഞാൻ പറഞ്ഞില്ലേ വാവയുടെ അടുത്ത മാസം ഇച്ചായനിങ് വരുന്ന പറഞ്ഞതാ. കൃത്യസമയത്ത് പുള്ളിക്കാരനിങ് എത്തി. ഇച്ചായന് വാവയെ നല്ലോണം അറിയാം. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ കുടിക്കാൻ എടുക്കട്ടെ? തണുത്ത് തന്നെ എടുക്കല്ലേ? ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാം. പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം. പഴയ കാലമൊന്നും അല്ലല്ലോ. സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എൻ്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഓട്ടോ, വീട്, ആധാർ. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അല്ലേ വാവേ? കുടിക്കേ. ആ, കുടിക്ക്. ഇത് കുറച്ച് സാധനങ്ങളാ. അതിലൊരു കവറുള്ളത് അനിയത്തിക്ക. കുറച്ച് കോസ്മെറ്റിക്സാ. പിന്നെ അച്ചായൻ ചോദിച്ചു വാവ കുടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വാവ ഡീസൻ്റാന്ന്. ആ വാവേ, എൻ്റെ വിസ റെഡി ആയിട്ടോ. 5 വർഷത്തേക്കുള്ള ലീവും ഓക്കെ. ഞങ്ങളിന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും. അവിടുന്ന് മറ്റന്നാൾ കാനഡയിലേക്ക്. കുടിക്ക്. കുറച്ചുകൂടെ കുടിക്കേ. മതിയാ? ഇറങ്ങുവാണോ? ഓക്കെ. ഓക്കെ, ശരി. ഉമ്മ, ഷാജാൻ എന്തിയേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഓനും വാപ്പയും കൂടി സൈനബാൻ്റെ മോളുടെ നിക്കാഹിന് പോയിരിക്കുക. മോൻ നിക്കാഹ്. ഞാൻ പോട്ടുമ്മ, ഷാജാൻ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. വാവേ മോനെ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നാട്ടുകാരോരോന്ന് തോന്നിയ പോലൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പടച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം. പക്ഷേ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക്. നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്കവന്. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. മോൻ ഇനി ഇങ്ങോട്ട് വരരുത്. എനിക്ക് വയ്യ മോനെ അങ്ങേരുടെ ചീത്ത കേൾക്കാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലുമ്മ, ഇനി വരില്ല. പ്രശ്നങ്ങളൊക്കെ തീരട്ടെ.